നല്ല മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന വിധമാണ് ഇതിൽ. ഇതിനായി നല്ല കറുത്ത മുന്തിരി, ജ്യൂസ് മുന്തിരി അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കുന്ന മുന്തിരി എന്ന് പറഞ്ഞ് വാങ്ങിയാൽ മതി. 4ാമത്തെ ദിവസം തുടങ്ങി വൈൻ്റെ ഒരു ടേസ്റ്റ് കിട്ടി തുടങ്ങും. ഒരു 4 തുടങ്ങി 7 ദിവസം വരെ വെച്ചുകൊണ്ടിരുന്നാൽ അധികം വീര്യമില്ലാത്ത വൈൻ കിട്ടും. വീര്യമില്ലാത്തതാണ് ഇഷ്ടമെങ്കിൽ 7 ദിവസത്തിനുള്ള അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീര്യത്തിനനുസരിച്ച് എടുക്കാം. വീര്യം കൂടിയതാണെങ്കിൽ 14 തുടങ്ങി 21 ദിവസം വരെ വെച്ചുകൊണ്ടിരുന്നാൽ ഒരുവിധം നല്ല വീര്യമുള്ള വൈൻ കിട്ടും. ഉപ്പൊക്കെ ഇട്ട് കുറച്ച് അരമണിക്കൂറോ 1 മണിക്കൂറോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ഇത് കഴുകിയൊക്കെ എടുക്കാൻ. ഞാൻ 1/2 കിലോ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ മുന്തിരി കഴുകിയെടുത്ത ശേഷം ഞാൻ അതിൽ മിക്സിയിലിട്ട് പതുക്കൊന്ന് ഉടച്ചാണ് എടുത്തേക്കുന്നത്. മിക്സിയിലിട്ട് ഉടക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് ഞാൻ വേവിച്ച് തിളപ്പിച്ചെടുത്ത ശേഷമാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പൂപ്പലുണ്ടാവില്ല, അധികം റിസ്ക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 1/2 കിലോ മുന്തിരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അടിച്ച് വെച്ച മുന്തിരിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. ഇതിനായി 4 ചെറിയ കറുവപ്പട്ട, പിന്നെ 4 കരയാമ്പൂ, പിന്നെ 3 ഏലക്കായ, പിന്നെ കുറച്ച് ജാതിക്ക എടുത്തിട്ടുണ്ട് പൊടിച്ച്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അത് ഏലക്കായ ചെറുതായിട്ടൊന്ന് ചതച്ച് വേണം ഇടാൻ. ജാതിക്ക ഇടണമെന്നില്ല, അതിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവരും ഇടണമെന്നില്ല. പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര ഞാൻ ആദ്യം 3/4 ഗ്ലാസ്സാണ് എടുത്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് പുളിച്ച ശേഷം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു. അപ്പോൾ പിന്നെ വേണ്ടി വന്നു. അപ്പോൾ 3/4 ഗ്ലാസ്. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. മുന്തിരിക്ക് അധികം കളറില്ലെങ്കിൽ ഇപ്പോൾ കളർ കൂടുതൽ കിട്ടാൻ വേണ്ടി പഞ്ചസാര അരിച്ചിരുന്നേക്കാൾ നല്ലത് ഞാൻ ബീറ്റ്റൂട്ടാണ് ഇട്ടത്. അപ്പോൾ നല്ല കളർ കിട്ടും വൈന്. എന്നിട്ട് ഇത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഭയങ്കരമായിട്ട് വെന്തു കുറേ നേരം തിളപ്പിക്കേണ്ട. ഒന്ന് തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഇത് തിളച്ച ശേഷം ഇത് തണുപ്പിക്കാൻ വെക്കുക. തണുത്ത ശേഷമാണ് ചില്ലുകുപ്പിയിൽ അല്ലെങ്കിൽ ഭരണിയിൽ ഇട്ട് വെക്കേണ്ടത്. ഞാൻ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ചില്ലുകുപ്പിയാണ് എടുത്തേക്കുന്നത്. ചില്ലുകുപ്പി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വേണം. ഇപ്പോൾ ചില്ലുകുപ്പി അല്ലെങ്കിൽ ഭരണി ഏതാണ് നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് അതൊക്കെ നന്നായി കഴുകി വെയിലത്ത് വെച്ച് തലേ ദിവസം തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വേണം ഇതിലോട്ട് ഈ കൂട്ട് ഒഴിച്ച് വെക്കാൻ. അല്ലെങ്കിൽ അത് പൂപ്പൽ പിടിക്കും, വെള്ളമൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഈ മുന്തിരിക്കൂട്ട് ആ കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇടുക. 2 ടീസ്പൂൺ ഗോതമ്പ് ഇടുക. അത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെക്കുക. ആ കുപ്പിയുടെ മൂടി ഒരു കോട്ടൺ തുണി, അതായത് ഈ കോട്ടൺ മുണ്ടിൻ്റെ ക്രീം കളറോ വൈറ്റ് കളറോ ഏതെങ്കിലും പഴയ മുണ്ടെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തത് അതിൻ്റെ വായിൽ മൂടി വെച്ച് മൂടി അതിൻ്റെ പുറത്ത് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്യാസ് വരുമ്പോൾ കുപ്പി പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടി പതുക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. 4ാമത്തെ ദിവസം തുടങ്ങി വൈൻ്റെ ടേസ്റ്റ് കിട്ടി തുടങ്ങും. അപ്പോൾ അധികം ആവശ്യമില്ലാത്തവരാണെങ്കിൽ 4ാമത്തെ ദിവസം തുടങ്ങി എടുക്കാം. 4 അല്ലെങ്കിൽ 7 ദിവസമോ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ പകുതി ദിവസം ഇളക്കുകയും വേണം, പകുതി ദിവസം അനക്കാതെ വെക്കുകയും വേണം. ദിവസം തുടങ്ങി ഇളക്കുമ്പോൾ നല്ല ഉണങ്ങിയ കയ്യിൽ വെച്ച് വേണം ഇളക്കാൻ. അല്ലെങ്കിൽ കുപ്പി പതുക്കൊന്ന് കുലുക്കി കൊടുത്താലും മതി. കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ വൈൻ ചീത്തായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കയ്യിൽ ഉണങ്ങിയ കയ്യിലായിരിക്കണം. ഞാൻ 7 ദിവസത്തേക്കാണ് അധികം വീര്യമില്ലാത്ത വൈനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 3 ദിവസം ഇളക്കി 3 ദിവസം അനക്കാതെ വെച്ച ശേഷമാണ് ഈ വൈൻ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത വൈൻ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കുകയോ ചെയ്യാം. തണുപ്പിച്ച് കുടിച്ചാൽ വൈനൊരു പ്രത്യേക ടേസ്റ്റാണ്. വീര്യം കൂടിയതാണ് വീര്യം കുറഞ്ഞതാണ് ഏതാണ് വേണ്ടത് അതനുസരിച്ച് ദിവസം സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി മുന്തിരി വൈൻ കിട്ടും. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.